everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെർണിംഗ് ഡേയ്സ് യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസ് എക്സാം ആണ്. നമ്മൾ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടെ കാത്തിരിക്കുവാണ്. നല്ല മാർക്ക് വാങ്ങണം, നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതണം, അതിനുശേഷം നല്ല മാർക്ക് കിട്ടണം. ആൻഡ് ഓൾസോ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ 10 ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. 10 ദിവസമാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ മക്കൾ എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും വളരെയധികം ഹെൽപ്ഫുൾ ആവും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ +1 ഇൻഡർ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പക്കാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആയിരിക്കും. സോ നമ്മുടെ ഈ ഒരു സെഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിന് ആൻസേഴ്സ് ഒക്കെ എഴുതുക. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എക്സാമിന് ടൈം കിട്ടാത്തത് പലരും പറയുന്നത് നേരിടുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമയം കുറച്ച് ബുദ്ധിമുട്ട് വരും. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് വേണ്ടിയാണ് വേദാന്തു മലയാളം നിങ്ങളുടെ കൂടെ ഉള്ളത്. സോ മക്കളെ യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ എല്ലാം പോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. സോ ഫസ്റ്റ് വൺ ഇസ് വെൻ എ ബാലറ്റ് dancer draws her arm closer to her body, her angular velocity will be. So we know that I omega അല്ലെ, ഇതാണ് എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. സോറി, നമ്മുടെ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ, വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഈ ഒരു കേസിൽ നമുക്ക് പറയാം എന്താണ്, ഐ ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ഡെഫിനറ്റ്ലി എ കോൺസ്റ്റന്റ് വാല്യൂ ഇൻ ടു 1/ഒമേഗ എന്ന് നമുക്ക് എഴുതി കൂടെ. അതായത് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആംഗുലാർ വെലോസിറ്റി ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു എന്താ പറയുക, മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു 1/ഒമേഗ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഐ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ആംഗുലാർ വെലോസിറ്റി. അപ്പം ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നത്, ഹെർ ആംസ് ക്ലോസർ ടു ഹെർ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐന്റെ വാല്യൂ നമുക്കറിയാലോ, ദാറ്റ് ഇസ് mr² അല്ലേ. സോ ആർ എന്താണ്, കുറഞ്ഞു അല്ലെ. ആർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ എന്തായിരിക്കും, ഒമേഗ ഇൻക്രീസസ്, അല്ലെങ്കിൽ നമ്മുടെ ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസസ്. ഇനി അറ്റ് ദ സെയിം ടൈം ഇവരിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് കൈയെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, യെസ് ഐ ഇസ് ഈക്വൽ ടു mr² ആണ്. സോ ആർ കൂടി, സോ എന്തായിരിക്കും, ഐയും കൂടും. ഐ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോടാ, ഐ കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഒമേഗ കുറയും. സോ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് നീട്ടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ കൂടും. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ആംഗുലാർ വെലോസിറ്റിയും കൂടും. ഇനി നെക്സ്റ്റ് വൺ, സോറി ആംഗുലാർ വെലോസിറ്റി കുറയും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയിട്ടുണ്ടെങ്കിൽ ആംഗുലാർ വെലോസിറ്റി. ഹൗ മെനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ ദേർ ഇൻ ദ മെഷർമെന്റ്. നമുക്കറിയാം, അതായത് ഇവിടെ എന്താ പറയാ, ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, 1. ഇനി ഇതിൽ ഏതൊക്കെ സീറോസ് സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഡെഫിനറ്റ്ലി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ്, യെസ് ഈ ഒരു സീറോ മാത്രമാണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. ഇനി ലെറ്റ്സ് സേ സപ്പോസ് 0.0000200 എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെയായിരിക്കും സിഗ്നിഫിക്കന്റ് വരാ, 2 സിഗ്നിഫിക്കന്റ് ആണ്, ദിസ് സീറോ ഇസ് സിഗ്നിഫിക്കന്റ്, ദിസ് സീറോ ഇസ് ഓൾസോ സിഗ്നിഫിക്കന്റ്. ഇനി 0.002 ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്, ഓൺലി 1. കാരണം എന്താണ്, ഇതൊന്നും എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. സോ അതായത് ഒരു ഡെസിമൽ പ്ലേസിന് മുന്നിലുള്ളതും അതുപോലെ തന്നെ ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പിലുള്ളതും എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. അതേസമയം നമ്മൾ ഇവിടെ ഇപ്പുറത്ത് ഒരു സീറോ ഇട്ടു, ഇവിടെ ഒരു സീറോ ഇട്ടു, ഇവിടെ ഒരു സീറോ ഇട്ടു, ഇതെല്ലാം എന്ത് തന്നെയാണ്, സിഗ്നിഫിക്കന്റ് ആണ്. സോ ദ നമ്പർ ഇസ് 2. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിൽ 2ഉം അതേപോലെ തന്നെ 0യും മാത്രമാണ് എന്തായിട്ടുള്ളത്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, if a plus b is equal to a minus b. നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്താണ്, a plus b, വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്യുന്നതും വെക്ടർ എയും വെക്ടർ ബിയും മൈനസ് ചെയ്യുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ, എ ആൻഡ് ബി ആണ്. ഇറ്റ് ഇസ് സിംപ്ലി നമുക്ക് എന്ത് പറയാടാ, 90 ഡിഗ്രി ആണ് അല്ലെ. എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി എന്തായിരിക്കും, യെസ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലടാ, യെസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. State true or false. The viscosity of gases decreases with an increase in temperature. Okay, viscosity of gases ആണ് തന്നിട്ടുള്ളത് കേട്ടോ. Viscosity of gases decreases with increase in temperature എന്നാണ് പറഞ്ഞിരിക്കുന്നത്. This is a false statement. എന്താണ് ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ്, the viscosity increases, viscosity of gas കേട്ടോ. Okay, gas ആണ്, gas is increases with increase in temperature.
ഓക്കെ. അറ്റ് ദ സെയിം ടൈം ലിക്വിഡിന്റെ കേസ് ആണെങ്കിലോ ഇൻവേഴ്സ് റിലേഷൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ എന്താണ് തന്നിട്ടുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് കേട്ടോ. ഇനി an athlete project a javelin so as to get maximum horizontal range, then it's okay. So ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് maximum horizontal range. Okay, maximum horizontal range is when u square by g. Okay, എന്താണ് റേഞ്ചിന്റെ ഇക്വേഷൻ? u square sin square theta divided by 2g ആണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ sin 2 theta കേട്ടോ, sin square theta അല്ല, sin 2 theta. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം വരുന്നത് എപ്പോഴാണ്? ഇതാണ് മാക്സിമം വാല്യൂ. ഇത് എപ്പോഴാണ്? sin 2 theta വാല്യൂ 1 വരുമ്പോൾ. ദാറ്റ് മീൻസ് സൈൻ എപ്പോഴാണ് 1 വരുന്നത്? 90 ഡിഗ്രി വരുമ്പോഴല്ലേ. അങ്ങനെയാണെങ്കിൽ 2 theta which is equal to 90 ഡിഗ്രി എന്ന് പറഞ്ഞൂടെ. then theta is equal to 90 by 2 which is equal to 45 ഡിഗ്രി ആണ് theta എന്ന് പറയുന്നത്. so what we can say is vertical and horizontal component. എന്താണ് vertical component ഉം horizontal component ഉം? yes, u sin theta and u cos theta. okay, so here we can say that എന്താണ്? this will be u sin 45 degree and this is u cos 45 degree. Same value ആയിരിക്കും. so uy which is equal to ux ആയിരിക്കും. so vertical and horizontal velocities എന്തായിരിക്കും? equal ആയിരിക്കും. ഇനി next one is what is a kilo? yes, kilowatt hour is the unit of. okay, kilowatt hour എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇനി അടുത്തത് പവർ is equal to force. okay, പവറിനെ ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുവാണ്. അപ്പം ഇവിടെ എന്താണ് വരുന്നത്? yes, വെലോസിറ്റി ആണ് അല്ലെ, വെലോസിറ്റി ആണ്. കാരണം നമുക്കറിയാം പവർ is equal to വർക്ക് ബൈ ടൈം ആണ് അല്ലെ, വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം is equal to എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് വരും കേട്ടോ. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ളത്. ഇനി 1 ഹോഴ്സ് പവർ is equal to എത്ര വാട്ട് ആണെന്നുള്ളത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ വർഷം ചോദിക്കാൻ അറിയത്തില്ല, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ്? 746 വാട്ട് ആണ് കേട്ടോ 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അത് എന്തിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ ആണ് കേട്ടോ. ഇനി 1 കിലോവാട്ട് അവർ ഇൻ ജൂൾസ് ആണ്. ദാറ്റ് is 3.6 into 10 to the power 6 ജൂൾസ് ആണ്. കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഇനി സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്? യെസ്, അതായത് ഒരു അവിടെ എത്രയാണോ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോഴ്സ് which is directly proportional to the rate of change of momentum ആണ് അല്ലെ. the rate of change of momentum is equal to the force. so അങ്ങനെയാണെങ്കിൽ F is proportional to dp by dt. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ if let's say എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്? okay, so this is what F external അവിടെ ഒരു ഫോഴ്സും ഇല്ല. അങ്ങനെയാണെങ്കിൽ dp by dt എന്താണ്? 0 ആണ്. so which shows p is a constant value കേട്ടോ. so നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇനി അതേപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്താണ്? എക്സ്റ്റേണൽ ടോർക്കിന്റെ വാല്യൂ is equal to 0. that means ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dl by dt ആണ് which is equal to 0. that means L is a constant value. ക്ലിയർ അല്ലടാ? ഇനി റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് സെക്കൻഡ് ലോ. അത് ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. സോ നമുക്ക് 1 മാർക്ക്. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും കേട്ടോ മിക്കവാറും. സോ 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. നെക്സ്റ്റ് വൺ. 2 satellites of equal masses are orbiting the earth at different heights. will their moment of inertia be same or different എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? mr² എന്ന് പറയാം അല്ലെ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ r എന്ന് പറയുന്നത് ഡിഫറെന്റ് ഹൈറ്റ് ആണ് തന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എന്താണ്? യെസ്, ഇതിനനുസരിച്ചിട്ട് എന്താ പറയുക, ഈക്വൽ മാസസ് ആർ ഓർബിറ്റിംഗ് ദ എർത്ത് അറ്റ് ഡിഫറെന്റ് ഹൈറ്റ്സ് ആണ്. സോ ഡെഫിനറ്റ്ലി r ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചേഞ്ച് ആവും. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്താണ് യൂണിറ്റ് ആൻഡ് ഇതെന്ന് പറയുന്നത്? യെസ്, നമുക്കറിയാം എന്താ? kg അല്ലെ, മാസിന്റെ kg ആണ്. ആൻഡ് r എന്ന് പറഞ്ഞിട്ട് ലെങ്ത്, സോ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി മാസിന്റെ m ഉം മീറ്റർ സ്ക്വയറിന്റെ എന്താ വരിക? l സ്ക്വയറും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് m raised to 1 l സ്ക്വയർ, അതില്ലെങ്കിൽ t raised to 0 എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതർവൈസ് ദിസ് ഇസ് ഓൾസോ ഇനഫ്. ml സ്ക്വയർ എന്നുള്ളതും ഇനഫ് ആണ്. സോ യൂണിറ്റ് ചോദിച്ചാൽ കൃത്യമായിട്ട് ഓരോന്നിന്റെയും അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരുവിധം നമ്മൾ പഠിക്കുന്ന എല്ലാത്തിന്റെയും യൂണിറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. യൂണിറ്റ് ചോദിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.
ഓക്കെ അല്ലടാ? യെസ്. ഇനി അടുത്ത ചോദ്യം, ഗിവ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ആൻഡ് വെലോസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നമ്മൾ പഠിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട് അല്ലേ? ഇതിനാണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഇതിനാണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഇതിന് എന്തൊക്കെ വാല്യൂസ് വരാം? 0 വരാം, സോറി വെലോസിറ്റി ആണെങ്കിൽ 0 വരാം, പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം അല്ലെ? ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. ഇവിടെ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് മാത്രമായിരിക്കും. നെക്സ്റ്റ് വൺ, the escape velocity of earth is 11.2 kilometer per second ആണ്. Find the orbital velocity of the possible orbit. അപ്പോൾ വേണം നമുക്കറിയാം escape velocity which is equal to 11.2 kilometer per second ആണ്. ഓക്കെ അല്ലേ? that is root of 2gm/r ആണ് അല്ലേ escape velocity ന്റെ ഇക്വേഷൻ. ഇനി orbital velocity ന്റെ ഇക്വേഷൻ എന്താണ്? root of gm/r ആണ്. ഓക്കെ അല്ലേ? root of gm/r ആണ് ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ. സോ നമുക്ക് മനസ്സിലായി എന്താണ് v0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി VO എന്ന് പറയുന്നത് എന്താണ്? യെസ്, √2 ടൈംസ് അല്ലെ, √2 ടൈംസ് ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? VE/√2. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്, പ്രോബ്ലംസ് വരാൻ നമുക്ക്. ഓക്കെ, അപ്പൊ 11.2 ഡിവൈഡഡ് ബൈ √2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, സോ ഈ റിലേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. കാരണം ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ് ഇവിടെ √2 ഞാൻ മാറ്റി എഴുതി, √2 gm/r. ഈ gm/r ആണ് VO. സോ √2 into VO ആണ് എസ്കേപ്പ് വെലോസിറ്റി. സിമ്പിൾ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 7.91 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളൊരു വാല്യൂ കിട്ടും. ആൻഡ് നമ്മുടെ ചോദിക്കാം എന്താണ് എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ളത് ചോദിക്കാം. എന്താണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ആ കാര്യം? യെസ്, നമുക്ക് നമ്മുടെ എന്താ പറയുക ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം സ്പീഡിന്, ഓക്കെ, മിനിമം സ്പീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അതിന്റെ എന്താ പറയാ മാത്തമാറ്റിക്കൽ ഫോം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ്? √2gm/r എന്ന് പറയുന്നത് കേട്ടോ. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. എക്സാമിന് കൃത്യമായിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, സോ യെസ്. നെക്സ്റ്റ് വൺ, state the law of conservation of linear momentum. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ്? യെസ്, എക്സ്റ്റേണൽ ടോർക്കിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് which will be a constant value. Okay അല്ലേ? The principle of conservation of momentum states that if two objects collide, then the total momentum before and law of conservation of linear moment ആണ് ചോദിച്ചത്. ഞാൻ ആംഗുലർ മൊമെന്റം ആണ് പറഞ്ഞോണ്ടിരുന്നത്. സോറി. ഓക്കെ, സോ എന്താണ്? നമ്മുടെ ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ വിൽ ബി എന്താ പറയുക സെയിം ആയിരിക്കും if there is no external force. ഓക്കെ അല്ലടാ? സോ നമുക്ക് എങ്ങനെ പറയാം? m1v1 which is equal to m2v2 എന്ന് പറയാം കേട്ടോ. ഇനി a bullet of 30 gram is fired from a gun of mass 2 kg. ഓക്കെ, അപ്പൊ ഞാൻ ബുള്ളറ്റിന്റെ മാസ് ഞാൻ എന്ത് ചെയ്യുവാണ്? m1 എന്ന് എടുത്തു, ദാറ്റ് ഇസ് 30 gram എന്ന് എടുത്തു. ആൻഡ് m2 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 kg എന്ന് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബുള്ളറ്റ്, ഓക്കെ, സ്പീഡ് ഓഫ് ബുള്ളറ്റ് എന്താണ്? ബുള്ളറ്റിന്റെ സ്പീഡ് v1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ v2 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? സോ ഇവിടെ m1 എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. ഇനി അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 100 ആണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? v2 എന്നുള്ള വാല്യൂ കിട്ടും. സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരൊറ്റ ഇക്വേഷൻ കേട്ടോ. നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഇക്വേഷൻ മാത്രം ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ആംഗുലാർ മൊമെന്റം നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. ആംഗുലാർ മൊമെന്റം L is equal to I ഒമേഗ ആണ്. അതായത് നമ്മൾ ലീനിയർ മൊമെന്റം mv പറയുന്ന പോലെ ഹിയർ ഇറ്റ് ഈസ് I ഒമേഗ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ്? I1 omega 1 which is equal to I2 omega 2 എന്ന് എഴുതാനായിട്ട് പറ്റും. Next one, water exhibits an anomalous behavior. Write the temperature at which the water has maximum density. It is nothing but 4 degrees Celsius. എന്തുകൊണ്ടാണ്? യെസ്, അത് നമ്മുടെ വാട്ടറിന്റെ അനോമലസ് ബിഹേവിയർ ആണ്. ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മേജർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ എന്താ പറയാ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ് അതൊക്കെയാണ് പോസിബിലിറ്റീസ്. പിന്നെ നമ്മുടെ എന്താ പറയാ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഒക്കെയാണ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഇവിടെ നമുക്കറിയാം ടിൽ 4 ഡിഗ്രി വരെയും എന്തായിരിക്കും? യെസ്, എന്താ പറയുക, എന്താണോ വാട്ടർ കാണിക്കേണ്ട അല്ലെങ്കിൽ ലിക്വിഡ് കാണിക്കേണ്ട പ്രോപ്പർട്ടി അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ബട്ട് ഫ്രം 4 ഡിഗ്രി ഓൺവേർഡ്സ് എന്തായിരിക്കും? അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. സോ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി പോകുമ്പോഴും 4 ഡിഗ്രി വരെ പ്രശ്നമാണ്. ഇനി ടെമ്പറേച്ചർ കുറച്ച് 4 ഡിഗ്രിക്ക് പുറകെ വരുമ്പോൾ എന്താണ്? പ്രശ്നം തന്നെയാണ്. എന്താണ്? നേരെ ഇൻവേഴ്സ് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടേണ്ടതാണ്. പക്ഷേ എന്താണ് ഉണ്ടാവുക? 4 ഡിഗ്രി വരെയും എന്താവത്തില്ല? യെസ്, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ക്ലിയർ അല്ലടാ? ഇനി ബിലോ ദ ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് വാട്ടർ ഇൻക്രീസസ് അല്ലെ? ബിലോ എബൌ ടെമ്പറേച്ചർ വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇൻക്രീസസ്. Okay, increases below the above temperature.
ഈ ടെമ്പറേച്ചറിന് താഴെ എന്താണ് വോളിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുവാണ് വേണ്ടത്. പക്ഷെ എന്താണ് 4 ഡിഗ്രിക്ക് ശേഷം അതായത് 3 ഡിഗ്രി അതുപോലെ തന്നെ 2 ഡിഗ്രിയിലോട്ടൊക്കെ വരുമ്പോൾ എന്താവും വോളിയം റെഡ്യൂസ് ആവും. ക്ലിയർ അല്ലേ? വോളിയം റെഡ്യൂസ് ആയിട്ട് വരും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് സോറി ഇതിലോട്ട് വരുമ്പം ശരിക്കും വേണ്ടത് വോളിയം റെഡ്യൂസ് ആവലാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഇത് 4 ഡിഗ്രിക്ക് താഴെ വരുമ്പം അതായത് ഇവിടെ 5 ഡിഗ്രി അതേപോലെ തന്നെ 6 ഡിഗ്രി അതായത് ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു വാട്ടർ 10 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുമായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ ടെമ്പറേച്ചർ കുറച്ച് 8 ഡിഗ്രി എത്തി, അതുപോലെ 7 ഡിഗ്രി എത്തി, 6 ഡിഗ്രി സെൽഷ്യസ് എത്തി. ഓക്കെ, അന്നേരമൊക്കെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഉണ്ടായിരുന്നത് വോളിയം V2 ആണ്, ഇവിടെ V1 ആണ്, ഇവിടെ ആണെങ്കിൽ V2 ആണ്. സോ ഓൾവേസ് എന്താണ് V1 is greater than V2. ഇനി ഇവിടെ വരെ എത്തിയപ്പോൾ 5 ഡിഗ്രിയിൽ എത്തിയപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോൾ V3 ആണ് വോളിയം. അതും എന്താണ് ഏറ്റവും വലിയ വോളിയം എവിടെയാണ്, ഇവിടെയാണ് കിടക്കുന്നത് അല്ലെ. പക്ഷെ 4 ഡിഗ്രി കഴിഞ്ഞ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് വോളിയം ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ് കേട്ടോ. ഇനി അടുത്തത് derive an expression for the maximum height reached by a projectile. Okay, so first of all നമ്മൾ ആദ്യം ഈ ഒരു ഇങ്ങനത്തെ projectile റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ഫിഗർ വരയ്ക്കണം കേട്ടോ. ഫിഗർ വരച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. So this is ux and this is components ആക്കി സ്പ്ലിറ്റ് ചെയ്താണ് uy and this is maximum height h എന്ന് പറയുന്നത് and this is maximum range r എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയല്ലടാ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഞാൻ ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, ടൈം ഓഫ് ലൈറ്റ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം എന്തുവാടാ, ഈസി ആയിട്ട് ഞാൻ 3 ഡെറിവേഷനും ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു തീർക്കും. ഓക്കെ, ഇവിടെ തന്നെ ഞാൻ ഫിനിഷ് ചെയ്യുവാണ്. സോ ടൈം ഓഫ് ലൈറ്റ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, ഓക്കെ ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് ദെൻ എന്താണ് നമുക്കുള്ളത് മാക്സിമം ഹൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, ഇവിടെ ഞാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ എന്റെ യു വൈ എന്ന് പറയുന്നതാണ് എന്ത്, യു സൈൻ തീറ്റ. ഓക്കെ, കൃത്യമായിട്ട് ഇതൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. ദിസ് ഇസ് യു കോസ് തീറ്റ. ഓക്കെ അല്ലേ? ആൻഡ് ഈ പ്രൊജക്ടൈൽ വിടുന്നതും അതുപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് നമ്മൾ എറിഞ്ഞതിന് ശേഷം ഇത് ഇവിടെ താഴെ എത്താൻ വരെ എടുത്ത സമയമാണ് ടൈം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എടുക്കുവാണ് ഇവിടെ വരെ മുകളിൽ ഏറ്റവും ടോപ്പ് പോയിന്റിൽ വരെ എത്താൻ എടുത്ത സമയം ഞാൻ ടി എന്ന് എടുത്തു. ഓക്കെ അല്ലേ? ഇനി അവിടെ നിന്ന് താഴത്തോട്ട് പോകാൻ വിളിക്കുന്ന സമയം എന്തായിരിക്കും, ഇതിന് സെയിം തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ടി പ്ലസ് ടി, ദാറ്റ് ഇസ് 2t. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ടി കണ്ടുപിടിച്ചാൽ പോരെ അല്ലെ, ടി ഞാൻ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ എന്റെ അടുത്ത ജൈത്ര യാത്ര എന്ന് പറയുന്നത് എന്താണ്, ടൈം ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ജൈത്ര യാത്രയിലോട്ടാണ് ഞാൻ പോകുന്നത്. ക്ലിയർ അല്ലേടാ? സോ നമ്മൾ തുടങ്ങുവാണ്. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ച് നമുക്കറിയാം എന്താണ്, v is equal to u plus at ആണ് അല്ലെ. v is equal to u plus at. അപ്പൊ ഞാൻ ടൈം ഓഫ് അസെൻസ്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് മാക്സിമം ഹൈറ്റ് വരെ എത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ടൈം ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് 2 ടൈംസ് ആണ് ടോട്ടൽ ടൈം അല്ലെങ്കിൽ ടൈം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ v is equal to u plus at ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാലോ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അല്ലെങ്കിൽ എന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകൾക്കെല്ലാം കാരണമായിട്ടുള്ള കമ്പോണന്റ് ആണ് ux. ഹൈറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതിന് കാരണക്കാരനായിട്ടുള്ളതാണ് ആരെന്ന് പറയുന്നത്, യെസ് വെർട്ടിക്കൽ കമ്പോണന്റ്. സോ ഹിയർ ഇറ്റ് വിൽ ബി എന്താണ്, യു സൈൻ തീറ്റ മാത്രമായിരിക്കും പ്ലസ് എ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, മൈനസ് ജി ആയിരിക്കും ഇൻടു ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം യു സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ജി ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി വിച്ച് ഇസ് ഈക്വൽ ടു ടി ആയിരിക്കും. ആൻഡ് എനിക്ക് വേണ്ടത് 2t ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി 2t which is equal to t. So time of flight is equal to 2u sin theta divided by g. ക്ലിയർ അല്ലേ? ഇനി ടൈം ഓഫ് ലൈറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ചിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം ആണ് അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഈ ഒരു പോയിന്റിൽ നിന്നും ഇത് ഇവിടെ വരെ ഡിസ്പ്ലേസ് ചെയ്തു. സോ ആ ഡിസ്പ്ലേസ്മെന്റിന് ഞാൻ r ആയിട്ട് എടുത്തു. വെലോസിറ്റി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് കാരണമായിട്ടുള്ളത് ആരാണ്, യു കോസ് തീറ്റ ആണ്. ഇൻടു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടൈം ഓഫ് ലൈറ്റ് ആണ്. സോ 2u sin theta ഡിവൈഡഡ് ബൈ ജി. ആൻഡ് ഓൾസോ നോക്കിക്കേടാ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 2u സ്ക്വയർ cos theta into sin theta divided by g. സോ ഞാൻ ഈ ഒരു 2 cos theta sin theta മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു റിലേഷൻ അറിയാം, that is nothing but sin 2 theta. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ r എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് വരും, 2u സ്ക്വയർ സൈൻ സോറി 2 വേണ്ട 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മൾ 2 cos theta sin theta ആണ് sin 2 theta. സോ u സ്ക്വയർ sin 2 theta ഡിവൈഡഡ് ബൈ g എന്ന് വരും. ദിസ് ഇസ് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇനി ആരെ കണ്ടുപിടിക്കാനുള്ള, മാക്സിമം ഹൈറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു v സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. അഗൈൻ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ എന്താണ്, അവിടുത്തെ വെലോസിറ്റി 0 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ഹൈറ്റിന് കാരണക്കാരനായ ആരാണ്, u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. ഓക്കെ, ഇവിടെ എന്താ മൈനസ് വന്നത്, a എന്ന് പറയുന്നത് മൈനസ് g ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ
തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 2gh എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് h അല്ലേ വേണ്ടത്. സോ h ഇസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g കേട്ടോ. സോ ഇതാണ് നമ്മുടെ 3 ഡെറിവേഷൻസ് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ഡെറിവേഷൻസ് ആണ്. ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. നെക്സ്റ്റ് വൺ, what is meant by positive, negative and zero work? Give one example for each. Okay, എന്താണ് പോസിറ്റീവ് വർക്ക്? പോസിറ്റീവ് വർക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ വർക്കിന്റെ ഇക്വേഷൻ എഴുതാം. F.D അല്ലെ, F.D ആണെന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത്. സോ ഇതില് നമുക്ക് എങ്ങനെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുന്നത്? FD cos θ അല്ലേ, FD cos θ അല്ലേ. സോ F 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സീറോ വർക്ക് ഡൺ ആണ്. D 0 ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? സീറോ വർക്ക് ഡൺ ആണ്. ഇനി cos θ എന്ന് പറയുന്നതിൽ നമുക്കറിയാം എന്താണ്? യെസ്, ഇവര് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ, അതായത് θ is equal to 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഈ 3 സിറ്റുവേഷൻസിലും എന്താണ്? 0 ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്? ഒരു സർക്കുലർ മോഷൻ, അല്ലെങ്കിൽ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ജേർണി സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി അഗൈൻ തിരിച്ച് എയിലോട്ട് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0. അത്തരം കേസിൽ എന്തില്ല? വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. സോ സീറോയ്ക്ക് പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയാ, നമ്മുടെ ഒരു കൂലിക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ചുമക്കുന്ന ഒരാൾ, അയാൾ മുകളിലോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷെ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് നേരെയല്ലേ വരുന്നത്, അയാൾ നേരെയല്ലേ നടക്കുന്നത്. സോ അവിടെയും എന്ത് തന്നെയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണ് അല്ലെ. സോ ഡെഫിനറ്റ്ലി എന്താണ്? അവിടെയും വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0 ആണ്. ക്ലിയർ അല്ലടാ? ഇനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക്, എപ്പോഴാണ് പോസിറ്റീവ് വർക്ക് നടക്കുന്നത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ജിമ്മിന് പോകുമ്പോഴേക്കും വലിയ സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കത്തില്ലേ, അപ്പൊ നമ്മുടെ ഫോഴ്സ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? മുകളിലോട്ടാണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ട് തന്നെയാണ്? മുകളിലോട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നതും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ളത് വർക്ക് ഡൺ എന്താണ്? പോസിറ്റീവ് വർക്ക് ഡൺ ആണ്. ഇനി അതേസമയം നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് വർക്ക് ഡൺ കണ്ടുപിടിക്കാം അല്ലെ. ഓക്കെ, നെഗറ്റീവ് വർക്ക് ഡൺ, അതായത് ഇതേ സെയിം സെനാരിയോ, അതായത് ഈ ഒരു വെയിറ്റ് എടുത്ത് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. അതേസമയം അവിടെ വർക്ക് ഡൺ, അതായത് ഫോഴ്സ് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ ഓൾവേസ് ടുവേർഡ്സ് അല്ലെങ്കിൽ ഡൗൺവേർഡ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് മുകളിലോട്ട്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്നത് താഴത്തോട്ട്. സോ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇസ് എ നെഗറ്റീവ് വർക്ക് ഡൺ. ക്ലിയർ അല്ലടാ? സോ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 2 or 3 മാർക്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ കുറച്ച് എഴുതി വെച്ചിട്ട് അവസാനിപ്പിക്കാം. ഇനി അടുത്തത്, റൈറ്റ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് റേഡിയസ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ടേംസ് ഓഫ് മാസ് ആൻഡ് റേഡിയസ് ഓഫ് ദി എർത്ത്. സിമ്പിൾ, g is equal to gm by r square. സോ ഇതിൽ കൃത്യമായിട്ട് g എന്താണ്, m എന്താണ്, r എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുക. ആൻഡ് ഓൾസോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസ് ഓഫ് ദി ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ശ്രദ്ധിക്കുക, മാസ് ഓഫ് ദി ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു എസ്കേപ്പ് വെലോസിറ്റി അല്ലെ, സോറി എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ എന്ത് ചെയ്യില്ല? മാസിന്, ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ കൃത്യമായിട്ട് ആ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം, ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്തത്, എ ബോഡി ഓഫ് മാസ് m is placed at the center. ഓക്കെ, എർത്തിന്റെ സെന്ററിലാണ് വെച്ചിട്ടുള്ളത്. It is then taken to a height h above the surface of earth. Draw a graph showing the variation of acceleration due to gravity with the position of the body. എടാ സിമ്പിൾ അല്ലേ? അതായത് നമുക്കറിയാം g is equal to എന്താണ്? gm by r square ആണ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണെങ്കിലാണ് അറ്റ സർഫസും അതേപോലെ തന്നെ സർഫസിൽ നിന്നും മുകളിലോട്ടാണെങ്കിലും, ഓക്കെ എബവ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെയിം സിറ്റുവേഷൻ നമുക്ക് എന്താ പറയാ ചെയ്യാനായിട്ട് പറ്റും. g is proportional to r square, എന്താ പറയാ 1 by r square ആണ്. സോ നമുക്ക് ആ ഒരു ഇക്വേഷൻ പറയാൻ പറ്റും. ഓക്കെ അല്ലെ? ഇനി ഡെപ്തിലോട്ട് പോകുമ്പോഴോ നമ്മൾ ഇതേ സംഭവത്തിനെ തന്നെ എന്ത് ചെയ്യും? യെസ്, g is equal to ഇതിലെ മാസിനെ നമ്മൾ എന്ത് ചെയ്യും? മാസ് ഓഫ് എർത്ത് ആണ് അല്ലെ. അപ്പൊ മാസ് ഓഫ് എർത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെൻസിറ്റിയുടെ ടേംസിലോട്ട് മാറ്റും. ഓക്കെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം 4/3 pi r ക്യൂബ്. ഓക്കെ, ഈ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് എർത്ത് ആണ് കേട്ടോ. ഈ ഒരു ടേമിലോട്ട് മാറ്റും. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ g is equal to capital G into rho 4/3 pi r ക്യൂബ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഓക്കെ, സോ ഇവിടുത്തെ r സ്ക്വയറും ഈ r ക്യൂബും പോയി എനിക്ക് കിട്ടും എന്താണ്? 4/3 g rho pi r എന്ന് വരും. സോ നമുക്കറിയാം ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ, ഡെപ്തിലോട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എന്തായിരിക്കും? യെസ്, ഈ സംഭവം എന്താ പറയാ ലീനിയർ റിലേഷൻ ആയിരിക്കും അല്ലെ. g എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു r ആണ്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ എന്താണ് ഇവിടുത്തെ ഇപ്പം നമ്മൾ എടുക്കുന്നത്, നമ്മളിപ്പം എന്താ പറയാ ക്യാപിറ്റൽ ലെറ്റർ r എടുത്തോണ്ട് അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? യെസ്, ദിസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ r എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ r എന്തിനെ ഇപ്പോഴും സൂചിപ്പിക്കുക? യെസ്, എർത്തിന്റെ സെൻട്രൽ നിന്നും എത്രത്തോളം അകലത്തിലാണ് ഇരിക്കുന്നത്.
ഓക്കെ അല്ലെ, എത്രത്തോളം അകലത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക എർത്തിന്റെ സർഫസ് ഇതാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ വരെ 6 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 6നെ തന്നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോ ഇതിനെ ഞാൻ എച്ച് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ 6നെ തന്നെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആർ പ്ലസ് എച്ച്. ആ ഒരു വാരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവണം. ആർ എന്ന് പറയുന്നതും ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതും എന്തല്ല സെയിം അല്ല കേട്ടോ. ക്യാപിറ്റൽ ആർ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, റേഡിയസ് ഓഫ് എർത്ത് ആണ്. സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെൻട്രൽ നിന്നും എത്രത്തോളം അകലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ വരെ സെന്റർ മുതൽ എന്താ പറയാ സർഫസ് വരെയാണെന്നുണ്ടെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. ഇനി അതിനെക്കാട്ടിലും എച്ച് ഹൈറ്റ് അകലെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എന്താണ്? ആർ പ്ലസ് എച്ച് ആണ് അല്ലെ. ഇനി അതിനെക്കാട്ടിലും കുറച്ച് താഴെയാണെങ്കിലോ ആർ മൈനസ് ഡി, അല്ലെങ്കിൽ ഡെപ്തിന്റെ വാല്യൂ ഇത്രയും താഴെയാണ്, ഇതാണ് സർഫസ്, ഇവിടെ നിന്നും ഡി ഡെപ്ത് താഴെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ആർ മൈനസ് ഡി. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ. ക്ലിയർ അല്ലടാ? സോ ഇതാണ് നമ്മുടെ റിലേഷൻ. സോ നമുക്കറിയാം ഏറ്റവും മാക്സിമം വരുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാക്സിമം വാല്യൂ വരുന്നത് ഈ ഒരു പോയിന്റിലാണ്, അതായത് എന്താ പറയുക എർത്തിന്റെ സർഫസിലായിരിക്കും മാക്സിമം വാല്യൂ വരുന്നത് കേട്ടോ. ക്ലിയർ? യെസ്. ഇനി the acceleration due to gravity is maximum on the surface of earth. Okay, acceleration due to gravity എന്ന് പറയുന്നത് maximum surface ന്റെ ഇതാണ്. ഇനി write the relation. Okay, write the relation between acceleration due to gravity and gravitational constant. അത് നമുക്ക് ഓൾറെഡി അറിയാം, gm by r square ആണ്. Okay, ഇനി അടുത്തത്, if the earth stops rotation, what will happen to the weight of the body at the poles? Okay, എർത്തിന്റെ റൊട്ടേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ്, അതായത് ബോഡിയുടെ വെയിറ്റിന് എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് ചോദിക്കുന്നത്. ഡെഫിനറ്റ്ലി വരത്തില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി വരത്തില്ല. കാരണം എന്താണ്? ആ സമയത്ത് നമ്മുടെ എന്താ പറയാ ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വെയിറ്റിൽ വ്യത്യാസം വരത്തില്ല, കാരണം ജിയിൽ മാറ്റം വരത്തില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പം എന്താ പറയാ റൊട്ടേഷൻ മാറിയതുകൊണ്ട് അതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇത് നമുക്ക് എന്താ പറയാ യെസ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് ദി സെന്റർ ഓഫ് എർത്ത്? 0 ആയിരിക്കും. കാരണം എന്താണ്? ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ് അല്ലെ. ആർ ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ജി വിൽ ബി ഈക്വൽ ടു ജി എം ബൈ 0. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും കേട്ടോ. ക്ലിയർ? യെസ്. ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ്, derive the following equation of uniformly accelerated motion. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്താ വേണം? ഒരു ഫിഗർ വേണം അല്ലെ. ഇപ്പം ഇതാണ് എന്റെ കർവ് എന്ന് പറയുന്നത്. ഒരു യൂണിഫോം മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കർവ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിചാരിക്കാം. ഓക്കെ അല്ലെ. സോ ദിസ് ഇസ് എന്താ പറയുക നമ്മുടെ യു ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഇവിടെ ഞാൻ ടീം റെപ്രസെന്റ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി. ഓക്കെ അല്ലെ, ഫൈനൽ വെലോസിറ്റി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, എനിക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ ഇക്വേഷൻ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ ഡെറിവേഷൻസിലോട്ടൊക്കെ പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. സോ നോക്കിക്കേടാ, ഇവിടെ ഞാൻ ഇതാണ് ടി എന്ന് പറയുന്ന സമയത്തിനുള്ളിലാണ് കേട്ടോ ഈ ഒരു വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇതിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആദ്യം തന്നെ ഞാൻ ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അപ്പം എനിക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എനിക്ക് മനസ്സിലായി, വി മൈനസ് യു ആണ് അല്ലെ. ഇവിടെ വരെ യു ആണ്, ഇവിടെ വരെ വി ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എന്താണ്? വി മൈനസ് യു ആണ്. സോ വി മൈനസ് യു. ഓക്കെ, അതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇനി അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ടൈം. ഓക്കെ അല്ലെ. സോ സ്ലോപ്പ് കിട്ടി. എനിക്കിനി അറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ആക്സലറേഷൻ. സോ ആക്സലറേഷൻ ആണ്. സോ വി മൈനസ് യു വിച്ച് ഇസ് ഈക്വൽ ടു എ ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് എഴുതാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. കൈനമാറ്റിക് ഇക്വേഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഇത്. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് രണ്ടാമത്തേലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തേത് എങ്ങനെയാണ്? സോ ഈ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ ഒരു ഇക്വേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് എനിക്ക് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഇതെന്താണ്? എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എനിക്കറിയാം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പം എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ രണ്ടാക്കിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. എനിക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ഇത് A1 എന്ന് എടുത്തു, ഇത് A2 എന്ന് എടുത്തു. അപ്പം എനിക്ക് എസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? A1 പ്ലസ് A2 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ A1 എന്തായിരിക്കും? ഹാഫ് ബി എച്ച് അല്ലേ. പ്ലസ് ഇനി A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ഇനി ഹാഫ്, ഇവിടെ ബേസിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ടി ആണ് അല്ലെ. ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് വി മൈനസ് യു. ഓക്കെ, ഇനി പ്ലസ് എൽ ഇൻറ്റു ബി. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ടി ആണ്. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് എന്തായിരിക്കും? യു ആയിരിക്കും. സോ യു ടി. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേടാ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി എനിക്ക് ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ച് വിന്റെ ഇക്വേഷൻ എനിക്ക് അറിയാം. സോ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. യു പ്ലസ് എ ടി മൈനസ് യു പ്ലസ് യു ടി. ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് യുവും പോയി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യുന്നു? ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ
പ്ലസ് യു ടി. ഓക്കെ അല്ലെ? ഇതല്ലടാ നമ്മുടെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്തു. ഇനി ഇവനെ കിട്ടണമെങ്കിൽ നമ്മുടെ ഇവിടെ വരെയുള്ള ഇക്വേഷനില്ലേ, ഇവിടെ വരെയുള്ള ഇക്വേഷനിൽ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ടീനെ കണ്ടുപിടിക്കാൻ പോകുക. ടി എന്തായിരിക്കും? വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ ആയിരിക്കും. സോ വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഒരു ഇക്വേഷനും കിട്ടും. ക്ലിയർ അല്ലടാ? സോ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ആൻഡ് ഓൾസോ ഫോർ ആവറേജ് വെലോസിറ്റി വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടുമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? ടൈമിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ആൻഡ് ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? യെസ്, ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഇക്വേഷനിൽ തന്നെ നമ്മൾ എന്താ പറയാ ഫോർമാറ്റിൽ നമ്മൾ ചെയ്യും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? വി സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, hot water left on a table begin to cool gradually. Okay, state law behind it. It is nothing but Newton's law of cooling. Alle, in here write the mathematical expression relating dq by dt which is equal to minus k into t2 minus t1. In here draw a graph which shows cooling of a hot water with the time. സോ ഈ ഗ്രാഫും കൂടെ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ഇവിടെ നിന്ന് കൂടുതലും പ്രതീക്ഷിക്കാവുന്നത് ഇത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നമ്മുടെ സ്റ്റേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വരും. ആൻഡ് ഓൾസോ ഇതിന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആൻഡ് വൺ മോർ തിങ് ഇസ് ഇവിടെ നിന്ന് ന്യൂമറിക്കൽസ് വരും കേട്ടോ. ന്യൂമറിക്കൽസ് വരും. സോ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ കരുതണം. ഈ എന്താ പറയാ ഈ ഒരു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പേടിക്കണം, നമ്മുടെ ഇനിയുള്ള സെഷൻസ് നമ്മുടെ മാരത്തൺ 19th ഓക്കെ 19th മാരത്തൺ ആണ്. ആൻഡ് 20th നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, യെസ്. ഇനി അടുത്തത്, a stone thrown vertically goes into a height and returns to the ground. Draw the velocity time graph of the motion. Okay, ഇവിടെ നോക്കിക്കേ, ആദ്യം നമ്മൾ മുകളിലോട്ട് വിട്ടു അല്ലെ? മുകളിലോട്ട് വിട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്താണ്? യെസ്, ദാ ഇങ്ങനെ വെലോസിറ്റി കുറഞ്ഞു പിന്നെ ഡയറക്ഷൻ മാറി. എങ്ങനെയാണ്? താഴത്തോട്ട് വരുന്നു, മുകളിലോട്ട് പോയി പിന്നെ താഴത്തോട്ട് വന്നു, അതിന്റെ ഡയറക്ഷൻ മാറി കേട്ടോ. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ വെലോസിറ്റി വിത്ത് ഇറ്റ് റീച്ചസ് ദി ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? v is equal to root of 2gh ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. എന്താണ്? വെലോസിറ്റി is equal to root of 2gh ആണ്. സോ നമ്മുടെ ഇക്വേഷൻ അറിയാലോടാ, v square is equal to u square plus 2as. ഓക്കെ, ഇവിടെ s ന്റെ പകരം എന്തായിരിക്കും? h ആയിരിക്കും അല്ലെ? ഹൈറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വി സ്ക്വയർ കണ്ടുപിടിക്കാം. യുവിന്റെ വാല്യൂ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ 0 ആയിട്ട് പെർട്ടിക്കുലർ ഹൈറ്റ് എന്നാണ് എടുത്തത്. സോ നമ്മൾ യു ഇസ് ഈക്വൽ ടു 0 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈസ് ഈക്വൽ ടു 2gh എന്ന് വരും അല്ലെ? സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh എന്നുള്ളത് കിട്ടും. ക്ലിയർ അല്ലടാ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. ദ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് v1 ഫ്രം ദി സൈഡ് ഓഫ് ദി ടാങ്ക് ഇസ് ഷോൺ ബിലോ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് യൂസിംഗ് ബെർണോളിസ് ഇക്വേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക? ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുക. എന്താണ് ബെർണോളിസ് തിയറം പറയുന്നത്? ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഒഴുകുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്റ്റഡി ഫ്ലോ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ്. ഓക്കെ, അത് ഒഴുകുമ്പം അതിന്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഈ ടോട്ടൽ എനർജിയിൽ എന്തൊക്കെ വരും? യെസ്, നമ്മുടെ പ്രഷർ എനർജി വരും, അതുപോലെ തന്നെ നമ്മുടെ കൈനറ്റിക് എനർജി വരും, ആൻഡ് ഓൾസോ പൊട്ടൻഷ്യൽ എനർജി വരും. ദിസ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ അടുത്തത് നമ്മൾ എന്താ എഴുതേണ്ടത്? സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ എന്ത് എഴുതാ? അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതാം കേട്ടോ. റോ വി സ്ക്വയർ പ്ലസ് എം ജി എച്ച് വിച്ച് ഇസ് ഈക്വൽ, എം അല്ല റോ ആണ് കേട്ടോ, കാരണം യൂണിറ്റ് പെർ വോളിയം അല്ലേ. ഓക്കെ, റോ ജി എച്ച് വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ അല്ലെ? ഇനി നമ്മൾ നേരെ ഫിഗറിലോട്ട് വരികയാണ്. സ്പീഡ് ഓഫ് ഇഫ്ലക്സ്, ജലപ്രവാഹത്തിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർഫസിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ദാറ്റ് ഇസ്, അതിനെ ഞാൻ 2 എന്ന് വിളിക്കുന്നു. ആൻഡ് നമ്മുടെ ഓൾറെഡി നമ്മുടെ എന്താ പറയാ നമ്മൾ ഈ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്നുണ്ടാകുന്ന ഒരു ജലപ്രവാഹത്തിന്റെ സ്പീഡല്ലേ വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടുത്തെ പോയിന്റിനെ 1 എന്ന് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ പോയിന്റ് അതായത് നമ്മുടെ സ്പീഡ്, ഈ സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് a is equal to ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ a is equal to ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു 1/v എന്ന് പറയാം. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ, അവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയ കുറയും, ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കുറയും. ഇത്രയും കാര്യം നമുക്ക് ഇതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് അല്ലേ? സോ ഇവിടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ a1 എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ് വെൻ കമ്പയർഡ് ടു a2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a1ലെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരിക്കും നമ്മുടെ a2ലുള്ള വെലോസിറ്റി. സോ ദാറ്റ് മീൻസ് ഇവിടുത്തെ വെലോസിറ്റി ഞാൻ ഓൾമോസ്റ്റ് 0 എടുക്കുവാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 പോയിന്റിലും എന്ത് ചെയ്യാണ്? ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുവാണ്. സോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് ഇല്ല അല്ലെ? ഈ പോയിന്റും അറ്റ്മോസ്ഫിയറിലായിട്ട് കോൺടാക്ട്. സോ അവിടെ എക്സിബിറ്റ് ചെയ്യുന്ന പ്രഷർ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഞാൻ point 1 ആണ് കൺസിഡർ ചെയ്യണേ. പ്ലസ്
ഇനി എന്താ ഹാഫ് ഇൻറ്റു റോ വി സ്ക്വയർ. സോ ഇവിടത്തെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിന്റെ വാല്യൂ എന്താണ് 0 ആണ്. അപ്പൊ ഞാൻ 0 എടുക്കുവാണ് കേട്ടോ. അതായത് ഈ ഒരു കംപ്ലീറ്റ് ടേം 0 ആയിട്ട് പോയി കേട്ടോ. അതായത് എന്താ പറയുക, നമ്മുടെ 2 എന്ന് പറയുന്ന പോയിന്റിലെ കൈനറ്റിക് എനർജീന്റെ വാല്യൂ ഞാൻ 0 ആയിട്ട് എടുത്തു. ബിക്കോസ് അവിടുത്തെ വെലോസിറ്റി ഓൾമോസ്റ്റ് 0ക്ക് ഈക്വൽ ആണ്. ഇനി അടുത്തത് ആരാടാ, എം ജി എച്ച് എൽ എ, സോറി റോ ജി എച്ച് എൽ എ. സോ റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് y2 ആണ് കേട്ടോ. അപ്പൊ ഞാൻ y2 എന്ന് ഇട്ടു. ക്ലിയർ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടത്തെ അല്ലെ ബെർണോളിസ് തിയറം അനുസരിച്ച് ഇത് എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ. ഈ മൂന്നും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്താ ചെയ്തത്, യെസ്, നമ്മൾ അടുത്തത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എനർജി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടുത്തെ വെലോസിറ്റി. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, യെസ്, നമുക്ക് V1 എന്നിടാം, ഇല്ലെങ്കിൽ നമ്മൾ V സ്ക്വയർ എന്നിട്ടാലും കുഴപ്പമില്ല. കാരണം V2 നമ്മൾ ഓൾറെഡി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം V എന്നിട്ടാലും തെറ്റില്ല. V സ്ക്വയർ പ്ലസ് റോ ജി H2 ന് പകരം ഇവിടെ എന്താണ്, y1 ആണ് കേട്ടോ, y1 ആണ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് അല്ലെ, ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് h ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാടാ, എനിക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു വിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആ വിന് മാത്രം അവിടെ നിർത്തുവാണ്. അപ്പം ഇവിടെ ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി എന്തുണ്ട്, ആ റോ ജി y2 ഉണ്ട്. ഇനി ഇപ്പുറത്ത് നിന്ന് മൈനസ് പി എ വരും, മൈനസ് റോ ജി y1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് റോ വി സ്ക്വയർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, റോ കൊണ്ട് ഞാൻ ഡിവൈഡും ചെയ്തു. സോ എനിക്ക് കിട്ടി എന്താണ്, വി സ്ക്വയർ കിട്ടി. ഇനി നോക്കിക്കേ, ഈ പി എയും മൈനസ് പി എയും പോകും അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും റോ ഉണ്ട്, ഇവിടെയും റോ ഉണ്ട്, ഇവിടെയും റോ ഉണ്ട്, അതും ഞാൻ കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, എനിക്ക് എഴുതാം 2 ഇൻറ്റു ജി ഇൻറ്റു y2 മൈനസ് y1, അതെന്തായിരുന്നാ h ആണ്. സോ 2gh വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, വി സ്ക്വയർ ആണ്. റൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, വി കിട്ടും. സോ വെലോസിറ്റി ഓഫ് റിഫ്ലക്സ് എന്താണ്, റൂട്ട് ഓഫ് 2gh. അതൊരു ഫ്രീലി ഫോളിംഗ് ബോഡി ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഒരു വെലോസിറ്റി തന്നെയാണ്. സോ ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. ഇനി അടുത്തത് അല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിച്ചു. It is assumed that the centripetal force depends on mass of the object rotated, its velocity, its radius of rotation. Using dimensions, find the formula for centripetal force. അപ്പോൾ നമുക്കറിയാലോ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവരുടെ അനുസരിച്ചിട്ട് F is proportional to m raised to x, അല്ലെങ്കിൽ അതുപോലെ തന്നെ വെലോസിറ്റി raised to y, and also radius of rotation, that is r, so raised to z എന്ന് നമുക്ക് ഇടാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി m raised to x, v raised to y, r raised to z കേട്ടോ. ഓക്കെ അല്ലേടാ? ഇനി അടുത്തത് നമുക്കറിയാം എന്താണ്, ഡയമെൻഷൻസ് നമുക്ക് നോക്കി നോക്കാം. സോ യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അറിയാലോ ഫോഴ്സ് അല്ലേ, ഫോഴ്സിന്റെ എന്താ വരുന്നത്, ml t raised to -2 ആണ് അല്ലെ, ml t raised to -2 ആണ്. ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുവാണ്, m raised to x, അതേപോലെ തന്നെ വെലോസിറ്റിക്ക് നമുക്ക് എന്ത് എഴുതാം, lt raised to -1 അല്ലെ. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ lt raised to -1, ആൻഡ് r ന്റെ എന്തായിരിക്കും, l ആയിരിക്കും. സോ l raised to z. ക്ലിയർ അല്ലടാ? ഇനി നോക്കിക്കേ, ഞാൻ ഒന്ന് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണ്, m raised to x, l raised to y, t raised to -y, and l raised to z. ഓക്കെ, അപ്പം എല്ലിനെ ഞാൻ ഒന്നും കൂടെ എന്താ പറയാ, ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് സെറ്റ് ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും y plus z t raised to -5. ഓക്കെ അല്ലടാ? ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇനി ഞാൻ ഇവിടത്തെയായിട്ട് കമ്പയർ ചെയ്യുവാണ്. കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ m raised to എന്താ വരിക, m raised to, അപ്പം എക്സിന്റെ വാല്യൂ എന്താണ്, 1 ആണ് അല്ലെ. ഈ ഒരു സംഭവം കൂടെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യാണ്. സോ y plus z is equal to എന്താണ്, അഗെയിൻ 1 ആണ്. ആൻഡ് ഇവിടെയാണെങ്കിൽ t raised to -y അല്ലെ, t raised to -y ആണ്. സോ -y എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, അവിടുത്തെ -2 ന്. സോ y is equal to 2 ആണ്. അപ്പൊ ഞാൻ ഈ y is equal to 2 ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്താണ്, 2 plus z is equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ z is equal to എന്താണ്, -1 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാല്യൂസ് ഒക്കെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ m raised to 1, ഓക്കെ സോറി, m raised to 1. ഇനി അടുത്തത് ആരാടെ, v ആണ്. വിക്ക് എന്താ വരാടാ, v raised to y അല്ലേ. y ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്, y ന്റെ വാല്യൂ 2 ആണ് കിട്ടിയത്. ഇനി അടുത്തത് ഇവിടെ ആരാ കിടക്കുന്നത്, r അല്ലേ കിടക്കുന്നത്, r raised to z, z ന്റെ വാല്യൂ എനിക്ക് കിട്ടി -1. സോ സെൻട്രിപെറ്റൽ ഫോഴ്സിന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, mv²/r എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഡയമെൻഷൻ അനുസരിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോടാ? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ്, F is proportional to എന്താണ്, നമുക്ക് ഇവിടെ പറയുന്ന അനുസരിച്ചിട്ട് m നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ v നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, r നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയത്തില്ല എത്രത്തോളം അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, പവർ കൊടുത്തു. പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇനി f ന്റെ നമുക്കറിയാം, f ന്റെ എന്താണ്, ml t raised to -2 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പം വിക്ക് നമുക്കറിയാം, v ന്റെ ഡയമെൻഷൻ എന്താണ്, l t raised to -1 ആണ്. r ന്റെ l ആണ്, m ന്റെ m തന്നെയാണ്. അതാണ് നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തീർത്തത്. ഇനി അടുത്തത് എന്താടാ പറയുന്നത്, അടുത്തത് നമുക്ക് നോക്കി നോക്കാം എന്താണ്. യെസ്, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താടാ,
യെസ് ml t raised to -2. ദെൻ അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തിട്ട് നമുക്ക് x നും y ക്കും z നും വാല്യൂ കിട്ടി. ആൻഡ് ഫൈനലി വി ഗോട്ട് ദ റിസൾട്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് a region of streamlined flow of an incompressible fluid is shown in the figure as fluid flows from R to Q. R to Q എന്ന് പറയുമ്പോൾ നോക്കിക്കോളാം, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ, ഇവിടുത്തെ ഏരിയ കുറവാണ് അല്ലെ, കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഏരിയ കൂടുതലാണോ അവിടുത്തെ വെലോസിറ്റി കുറവായിരിക്കും. സോ ഇവിടെ ഏരിയ കുറവല്ലേ, അപ്പം ആറിൽ നിന്ന് ക്യൂലോട്ട് പോകുമ്പോൾ ഏരിയ കുറഞ്ഞു വരുവാണ്. സോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. ഇനി by considering mass conservation of the fluid flow, arrive the equation of continuity. ഇവിടെ നോക്കിക്കേ, ഇവിടെ A1 ആണ് ഇവിടുത്തെ ഏരിയ, അവിടുത്തെ കറസ്പോണ്ടിങ് വെലോസിറ്റി V1 ആണ്. ഇവിടുത്തെ കറസ്പോണ്ടിങ് ഏരിയയും വെലോസിറ്റിയും ആണ് A2 V2 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരു എം മാസ് ഞാൻ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ എം മാസ് തന്നെ പുറത്തേക്ക് വരത്തില്ലേ? സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, മാസ് സെയിം ആണ് അല്ലെ, മാസ് കൺസേർവ്ഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ മാസിനെ ഞാൻ ഡെൻസിറ്റിയുടെയും വോളിയത്തിന്റെയും ടേമിൽ മാറ്റുവാണ്. അപ്പൊ മാസിനെ ഞാൻ ഡെൻസിറ്റിയുടെയും വോളിയത്തിലെ ടേം മാറ്റുമ്പോൾ ഇവിടെ എത്രത്തോളം മാസ് പോകും? ഓക്കെ, ഇവിടെ എത്രത്തോളം മാസ് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി സെയിം തന്നെയാണ്. അതായത് ഇവിടുത്തെ M1 ആണെങ്കിൽ ഇവിടുത്തെ M2 ആണെങ്കിൽ M1 is equal to M2 ആണ്. എത്രയാണോ നമ്മൾ കൊടുത്തത് അതെന്തായാലും പുറത്തു കൂടെ പോകും അല്ലെ. ദാറ്റ് ഇസ് ദ സെയിം കോൺസെപ്റ്റ്. സോ ഇവിടെ ഞാൻ പറയാണ് ഡെൻസിറ്റി റോ ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് ആണെന്ന് പറയുന്നത്. യെസ്, നമ്മുടെ എന്താ പറയാ വോളിയം എന്ന് പറയുന്നത് അല്ലെ. മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വോളിയത്തിന് ഞാൻ എന്താ പറയുന്നത്, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് കേസിലെ ഏരിയ ഞാൻ റോ എന്ന് പറയുന്നത് റോ 1 റോ 2 എന്ന് സ്പെസിഫൈ ചെയ്യേണ്ടതില്ല. കാരണം എന്താണ്, ഇവിടുന്ന് പോകുന്ന അതേ ഫ്ലൂയിഡ് തന്നെയാണ് ഇവിടേക്കും വരുന്നത്, നേച്ചർ ഒന്നും മാറുന്നില്ല. സോ ഡെൻസിറ്റി വിൽ ബി ദ സെയിം. സോ ഇനി ഇവിടെ ഏരിയ A1 ഇട്ടു ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോടാ, ഇതൊരു കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് which is equal to velocity into time അല്ലേ. സോ ഇവിടെ ഞാൻ ഡെൽറ്റ ടി ടൈം കൊണ്ടാണ് എം മാസ് പോകുന്നതെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് എഴുതാം, ഇവിടെ ഇത് വോളിയം ആണ്, ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണ്, വോളിയം ആണ്. ഇനി ഞാൻ ലെങ്ത്തിനെ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിയിലോട്ട് കൊണ്ടുവരുവാണ്. സോ ദാറ്റ് വിൽ ബി വി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ആ വി എന്ന് പറയുന്നത് V1 ആയിരിക്കും. ദിസ് ഇസ് വെലോസിറ്റി കേട്ടോ. ഓക്കെ, വെലോസിറ്റി ആണ്. നമ്മൾ ഇവിടെ പറഞ്ഞത് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞത് വോളിയം ആണ്. അതെങ്ങനെയാ വന്നത്, മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ആ വോളിയത്തിൽ നമുക്ക് ലെങ്ത് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. എത്ര വാട്ടർ ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്തു അത്രത്തോളം അത് ഇറങ്ങി പോകുന്നു. സോ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് നടക്കുന്നത്. സോ ആ ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി നമ്മൾ ലെങ്ത് എഴുതിയത്. ദാറ്റ് ഇസ് V1 ഡെൽറ്റ ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, A1 V1 ഡെൽറ്റ ടി which is equal to, ഇനി ഇതേ ഡെൽറ്റ ടി ടൈം കൊണ്ട് തന്നെയാണ് പുറത്തേക്കും പോകുന്നത്. സോ അഗൈൻ റോ ഇൻറ്റു A2 ഇൻറ്റു V2 ഡെൽറ്റ ടി പോയി, റോയും പോയി. പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ, A1 which is equal to A2 V2. ഓക്കെ, ക്ലിയർ? യെസ്. സോ ഹെൻസ് നമ്മൾ എന്ത് ചെയ്തു, അതിമനോഹരമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി a vehicle of mass m is moving with a velocity v along a banked road with road radius r. ഓക്കെ, ആ ഒരു കർവിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, r ആയിരുന്നു. ഓക്കെ അല്ലടാ. ഇനി ഡ്രോ ദ വെക്ടർ ഡയഗ്രാം ഷോയിങ് ദ വേരിയസ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദി വെഹിക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ നോക്കിക്കേ, ഡ്രോ ദ വെക്ടർ ഡയഗ്രാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഒരു ചെരിവുണ്ട്. ബാങ്ക്ഡ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുറച്ച് താഴ്ന്നിട്ടും ഔട്ട് സൈഡ് കുറച്ച് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് വെക്ടർ ഡയഗ്രാം ആണ്. സോ ഇവിടെയാണ് നമ്മുടെ കാർ ഇരിക്കുന്നത്. സോ നമുക്ക് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇതാണ് കാർ എന്ന് വിചാരിക്കുക. സോ ഡെഫിനറ്റ്ലി എന്താ പറയാ, ഇതിന് നേരെ താഴത്തോട്ട് അല്ലെ, നേരെ ഡൗൺവേർഡ് ആയിട്ട് ആർ ആക്ട് ചെയ്യും, mg ആക്ട് ചെയ്യും. ആൻഡ് ഓൾസോ നമുക്കറിയാം ഈ കാർ ഇരിക്കുന്നത് ഇത്രയും ചെരിഞ്ഞിട്ടല്ലേ കാർ ഇരിക്കുന്നത്. ആ കാറിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ, അല്ലെങ്കിൽ ആ കാറിന് നേരെ ആയിട്ടായിരിക്കും നോർമൽ വരയ്ക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഈ സർഫസിനല്ല വരയ്ക്കേണ്ടത്. ഓക്കെ, സർഫസിനാണ് വരയ്ക്കുന്നത്. ബട്ട് ഈവൻ ദോ ഞാൻ പറയുവാണ്, എങ്ങനെയാണോ നമ്മുടെ കാർ ഇരിക്കുന്നത് ആ കാറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് വരച്ചു, നോർമൽ വരച്ചു. ഓക്കെ അല്ലെ, നോർമൽ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമുക്കറിയാം ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അല്ലെ. സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ എന്താണ്, സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതിനെ കമ്പോണൻസ് ആക്കാന്നുള്ള ഒരു ടാസ്ക് ആണ്. അപ്പം mg താഴത്തോട്ട്, ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കമ്പോണൻസ് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതേപോലെ തന്നെ നോർമലിന് നമ്മൾ കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി n sin തീറ്റയും f cos തീറ്റയും ഒരേ ഡയറക്ഷനിൽ ഒരേപോലെ ആക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലെ. ആൻഡ് f sin തീറ്റ പ്ലസ് mg which is equal to n cos തീറ്റ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ക്ലിയർ അല്ലെ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വെക്ടർ ഡയഗ്രാം വരച്ചു കേട്ടോ. വെക്ടർ ഡയഗ്രാം നീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ വരയ്ക്കുക. ഞാൻ മാർക്ക് ചെയ്ത പോലെ അല്ല കേട്ടോ, ഇതിൽ കാണുന്ന പോലെ വൃത്തിയായിട്ട് വരയ്ക്കുക. എങ്ങനെയാണ്, ഒരിക്കലും തെറ്റിക്കരുത്. എന്താണ് n എന്ന് പറയുന്നത് ഇതായിട്ടൊന്നും ഒരിക്കലും വരയ്ക്കരുത് കേട്ടോ. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് വരയ്ക്കാനായിട്ട്. ഇനി ഇവിടെ ഈ ബാങ്ക്ഡ് റോഡിലെ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള സ്പീഡ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് which is equal to mv² by r ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, യെസ് ഇവിടുത്തെ f cos തീറ്റയും
പ്ലസ് എൻ സൈൻ തീറ്റയാണ് അല്ലെ. ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം ഇവിടെ ഈ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എൻ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയാണ്. ക്ലിയർ അല്ലടാ? ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു റിലേഷനും കൂടെ അറിയാം. എൻ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? എം ജി എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? യെസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എം ജിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. എം ജി വിച്ച് ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഓക്കെ, ക്ലിയർ ആയല്ലോ? എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ രണ്ട് ഇക്വേഷൻസിനും എന്ത് ചെയ്യുവാണ്? ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ആണ് ഇതെന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ ഞാൻ 2/1 ചെയ്യുവാണ്. സോ ഹിയർ ഐ വിൽ ഗെറ്റ് എം ജി ഡിവൈഡഡ് ബൈ എം വി സ്ക്വയർ ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് 1/2 ചെയ്താൽ മതി. വെറുതെ തന്നെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. 1/2 ചെയ്യാം. കാരണം നമുക്ക് വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് മുകളിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തിനാണ് വെറുതെ വെറുതെ ആവശ്യമില്ല എക്സാം ടൈമിൽ ഞങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? യെസ്, എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ divided by n cos theta minus f sin theta. ക്ലിയർ? യെസ്. അപ്പം ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എമ്മും ക്യാൻസൽ ആയി പോകും. നമുക്ക് ഇവിടെ ആര് വരും? യെസ്, വി സ്ക്വയർ ബൈ ആർ ജി വരും. ഓക്കെ, വി സ്ക്വയർ ബൈ ആർ ജി വരും വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കേടാ ഈ എഫ് കോസ് തീറ്റ എൻ സൈൻ തീറ്റ എല്ലാത്തിനും ഞാൻ ഒരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് കേട്ടോ. ഏതാണ്? എൻ കോസ് തീറ്റ എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഞാൻ എഫ് ബൈ എൻ കോസ് തീറ്റ, എഫ് ബൈ എൻ എന്താടാ? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. സോ ഞാൻ എഫ് ബൈ എൻ കോസ് തീറ്റ ഓക്കെ, ഈ ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്തു? എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെയും ഞാൻ എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എനിക്കൊരു ലക്ഷ്യബോധം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അതുകൊണ്ട് ചെയ്യുന്നത്. കാരണം അത് ചെയ്തുകൊണ്ട് റിസൾട്ടിൽ മാറ്റം വരത്തില്ല. കാരണം എന്തുവാണ്? എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെ. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ടേമിന്റെ ടോട്ടൽ റിസൾട്ട് നമുക്ക് എന്താ പറയാ നെഗ്ലിജിബിൾ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നില്ല. സോ എൻ കോസ് തീറ്റ ഇവിടെ ചെയ്യുമ്പോൾ എഫ് ബൈ എൻ വരും അല്ലെ? എഫ് ബൈ എൻ ദാറ്റ് ഇസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കോസ് തീറ്റയും പോയി 1 ആയി. ഇനി അടുത്തത് എൻ സൈൻ തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ. എന്നും പോയി അവിടെ എനിക്ക് കിട്ടി ടാൻ തീറ്റ വന്നു ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കട എൻ കോസ് തീറ്റ 1 പ്ലസ് എഫ് ബൈ എൻ കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പം അഗൈൻ വരും മ്യൂ ടാൻ തീറ്റ. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ divided by 1 plus mu tan theta. Clear അല്ലടാ? So this is the result. Clear? This is the result കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് the name the principle used for checking the dimensional correctness of the physical theory, that is principle of homogeneity. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉറപ്പിക്കാം കേട്ടോ. Using the above principle, check the dimensional correctness of F is equal to mv square by r. So നമുക്ക് അറിയാം എന്താണ്? യെസ്, നമ്മുടെ ഫോഴ്സിന്റെ വരുന്നത് mlt⁻²- ആണ് which is equal to ഇവിടെ ആണെങ്കിലോ m ഉണ്ട്, അതേപോലെ തന്നെ v ന്റെ ആണെങ്കിൽ -1 the whole square divided by r എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. സോ m into l square t⁻² divided by l ആണ്. സോ നമുക്ക് കിട്ടും m into ഇവിടുത്തെ l ഈ സ്ക്വയറും കൂടെ പോവും. സോ lt⁻². hence proved. ഇതെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ചിട്ട് കറക്റ്റ് ഇക്വേഷൻ ആണ്. ഡയമെൻഷൻ കറക്റ്റ് ആണ് കേട്ടോ. In the time period of a simple pendulum may depend on the mass of the bob m, length of the pendulum l, and the acceleration due to gravity at the place. Derive the correct relation using the dimension. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈം ഓഫ് പെൻഡുലം എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ മാസ് റേസ് ടു അല്ലെങ്കിൽ m⁻a എന്ന് കൊടുക്കാം. ഇനി അതേപോലെ ലെങ്ത് ഓഫ് ദി പെൻഡുലം l⁻b കൊടുക്കാം. ആൻഡ് ദെൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിന് എത്ര നമുക്ക് പറയാം? c. ഓക്കെ, c ടൈംസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ്നെസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാമല്ലോ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? t തന്നെയാണ് which is equal to ഓക്കെ m-ന്റെ m തന്നെ കേട്ടോ, m⁻a. ഇനി അടുത്തത് എല്ലിന്റെയും നമുക്ക് അങ്ങനെ തന്നെ പറയാം. എല്ലിന്റെയും നമുക്ക് അങ്ങനെ തന്നെ പറയാം. സോ ദാറ്റ് ഈസ് l⁻b. ഇനി അടുത്തത് g എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്താണ്? lt⁻²- ആണ്. സോ എനിക്ക് പറയാം lt⁻² all⁻c. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു മോഡിഫിക്കേഷൻ കൂടെ വരുമല്ലോടാ, m⁻a l⁻b. ഇനി ഇവിടെ ആണെങ്കിലോ l⁻c ആൻഡ്
ടി റേസ് ടു മൈനസ് 2c. ഓക്കെ അല്ലെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം റേസ് ടു എ. ഇനി അടുത്തത് ലെങ്ത് എൽ ബി പ്ലസ് സി. ഓക്കെ, ഇനി അടുത്തത് ടി റേസ് ടു മൈനസ് 2c. ക്ലിയർ അല്ലടാ? ഇനി അത് നമ്മൾ എവിടെയായിട്ട് കമ്പയർ ചെയ്യുന്നത്? യെസ്, ഇവിടെയായിട്ട് കമ്പയർ ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എമ്മിന്റെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്തുവാണ്? അവിടെ അങ്ങനെ ഒരു ടേം വരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എങ്ങനെ എഴുതാം? എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ വാല്യൂ 0 ആണ്. ഇനി അടുത്തത് ബി പ്ലസ് സിന്റെ വാല്യൂ 0 ആണ്. ആൻഡ് നമ്മുടെ മൈനസ് 2c ന്റെ സ്ഥാനത്ത് എന്താണ്? 1 ആണ്. ഓക്കെ അല്ലെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ c is equal to, ഓക്കെ, c is equal to, ക്ലിയർ അല്ലേ? ഇവിടെ എവിടെയോ നമുക്ക് എന്തോ ഒരു പാളിച്ച പറ്റിയോ? ഇല്ല, l raised to b plus c. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് 2c which is equal to 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ c is equal to മൈനസ് 1/2 എന്നും കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിക്ക് ഞാൻ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ് കേട്ടോ. കാരണം ഓൾറെഡി ബി പ്ലസ് സി 0 ആണെന്ന് എനിക്കറിയാം. സോ ബി പ്ലസ് മൈനസ് 1/2 which is equal to 0. സോ അങ്ങനെയാണെങ്കിൽ ബി is equal to എന്ത് വരും? 1/2 എന്നും വരും. ക്ലിയർ അല്ലേ? അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് എമ്മിന് 0 തന്നെ അല്ലെ? എ റേസ് ടു 0 ആണ്. സോറി, എ is equal to 0 ആണ്. സോ എം റേസ് ടു 0. ഇനി എല്ലിന്റെ സ്ഥാനത്ത് ആരാ വരുന്നത്? എല്ലിന്റെ സ്ഥാനത്ത് എല്ലിന് ആരായിരുന്നടാ? എല്ലിന് ബി അല്ലേ? ബിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ഹാഫ്. ഓക്കെ, ഹാഫ് ആണ്. ഇനി അടുത്തത് ടിക്ക് എനിക്ക് എന്താ കിട്ടിയത്? മൈനസ് 1/2. ഓക്കെ അല്ലെ? മൈനസ് 1/2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാലോടാ, ടി is equal to ഒരു കോൺസ്റ്റന്റ് അല്ലെ? ഇവിടെ പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അപ്പൊ ആ കോൺസ്റ്റന്റ് ഇൻറ്റു ഇതെന്താണ്? റൂട്ടിലാ വരുന്നത് അല്ലെ? 1/2 ആണ് പവർ ആയിട്ട് വരുന്നത്. സോ അതെന്തായിരിക്കും? റൂട്ടിലാണ് വരുന്നത്. അപ്പം ഇവിടെ പ്ലസ് 1/2 ആണ്, ഇവിടെ മൈനസ് 1/2 ആയിരിക്കും. അപ്പം എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? യെസ്, എൽ റേസ് ടു 1/2, സോറി, എൽ ഓൾറെഡി 1/2 നമ്മൾ റൂട്ട് ഇട്ടത്, ഡിവൈഡഡ് ബൈ ടി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടാ? സോ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. സോറി ജി ആണ് കേട്ടോ. ഓക്കെ, യെസ്, കാരണം ജിക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് അല്ലെ? ജിക്കാണ് സി വരുന്നത്. സോ സിന്റെ വാല്യൂ ആണ് മൈനസ് 1/2 എന്ന് പറയുന്നത് കേട്ടോ. ടിന്റെ അല്ല, ടിന്റെ ആണ് 1 വരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സിന്റെ കണ്ടുപിടിച്ചത്. സോ ഇവിടെ ജിക്ക് മൈനസ് 1/2 വരും കേട്ടോ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എൽ. ക്ലിയർ ആയില്ലോടാ? ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇവിടുത്തെ എമ്മിന് 0, എല്ലിന് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 1/2. ജിക്ക് മൈനസ് 1/2. ഓക്കെ, സോ എമ്മിന്റെ വാല്യൂ ഇല്ല. സോ കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് വരും. ഓക്കെ അല്ലടാ? സോ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടെത്തി കേട്ടോ. ഇനി അടുത്ത റോഡ്സ് ആർ ബാങ്ക്ഡ് ഫോർ സേഫ്റ്റി ആൻഡ് മോർ സ്പീഡ്. വാട്ട് ഇസ് ബാങ്കിങ് ഓഫ് റോഡ്സ്? എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്? യെസ്, ഇന്നർ എഡ്ജ് കുറച്ച് ഉള്ളിലോട്ടും ഔട്ടർ എഡ്ജ് പുറത്തോട്ടും നിൽക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാങ്ക്ഡ് റോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ മാക്സിമം ഷോ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബാങ്ക്ഡ്. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഡിറൈവ് ഇക്വേഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി ഇഫ് ബാങ്കിങ് ആംഗിൾ is 5 degree, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർവ് 20 മീറ്റർ ആണ്. വാട്ട് ഇസ് ദ മാക്സിമം സ്പീഡ്? ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫൈനലി വി വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ക്ലിയർ? യെസ്. And the motion of a car on a circular level road is shown below. Name the forces acting on the car. Okay, level roadilana ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്താണ്? mg ആക്ട് ചെയ്യും, നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് ദി കാർ. അപ്പൊ ലെവൽ റോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം mu n ആണ് അല്ലെ? അപ്പം ഈ mu ഇൻറ്റു n എന്ന് പറയുന്നത് which is equal to mg ആണ്. സോ mu mg. അങ്ങനെയാണെങ്കിൽ mv² which is equal to mu mg ആണ്. സോ ദാറ്റ് മീൻസ് v² is equal to mu mg. എം ക്യാൻസൽ ആയി പോയി അല്ലെ? അത് നമുക്ക് ഒഴിവാക്കാം. സോ അങ്ങനെയാണെങ്കിൽ v² which is equal to mu g r എന്ന് വരും. v is equal to root of mu r g എന്ന് വരും. Okay അല്ല? This is the safest speed. In a cycle speeding at an 18 km/h on a level road takes a sharp circular turn of radius 3 meter without reducing the speed. The coefficient of static friction between the tires and the road is 0.1. Will the cyclist slip while taking the turn? So definitely നമ്മൾ അവിടുത്തെ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കുക. ഓക്കെ, മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സ്പീഡ് കണ്ടുപിടിക്കുക. ഇതിനെക്കാട്ടിലും കൂടുതലാണ് 18 km/h എങ്കിൽ തീർച്ചയായിട്ടും എന്താവും? സ്കിഡ് ആയി പോകും. അല്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും സേഫ് ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് mu r g. മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് 0.1. ഇനി ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് 3 മീറ്റർ. ജിന്റെ വാല്യൂ 9.8 അറിയാം. സോ റൂട്ട് ഓഫ് 0.1 ഇൻറ്റു 3 ഇൻറ്റു 9.8 which is equal to 6.2 km/s ആണ്. സോ ദിസ് മീൻസ് എന്താണ്? 18 km/h കുറവാണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സ്പീഡ്. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? സ്കിഡ് ആയി പോകും കേട്ടോ. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ?
ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്വന്തം വേദാന്തുവിന്റെ വീക്ക് ക്വിസ്, നിങ്ങൾക്ക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള വീക്ക് ക്വിസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്ക് ക്വിസിന്റെ ലിങ്ക് കാണാം. നേരെ പോയി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ടെലഗ്രാമിലോട്ട് പോകുക. ടെലഗ്രാമിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റൻസും നോട്ട്സും അതുപോലെ തന്നെ വീക്ക് ക്വിസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓൾസോ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ലൈവ് ടെലഗ്രാമിൽ വരും. ഒരു ചുമ്മാ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൈവിൽ വരുന്നതായിരിക്കും. സോ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു സ്പേസും കൂടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ. ആൻഡ് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് കമന്റ് ബിലോ അല്ലെ, നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ഞങ്ങൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. കാരണം അറിയാം നിങ്ങൾ എക്സാം ടൈമിലാണ് ഇരിക്കുന്നത്, കുറെ സ്ട്രഗിൾസ് ഉണ്ട്, കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തൊക്കെയാ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ആണെന്നൊക്കെ അറിയാം. ബട്ട് ഡോണ്ട് വെറി മക്കളെ, നമ്മൾ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടിൽ ഫുൾ ഓൺ എനർജിയിൽ ഞങ്ങൾ ഉണ്ടായിരിക്കും. സോ യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ആ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, യെസ് ഷോർട്ട് ക്വസ്റ്റനിൽ നമ്മൾ എന്തായാലും ചെയ്യും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. ആ ഡെറിവേഷൻസ് ഒക്കെ എന്റെ മക്കൾ നന്നായി പഠിച്ചേ പറ്റത്തുള്ളൂ മക്കളെ. കാരണം വേറൊരു നിവർത്തി നമുക്കില്ല. നമ്മൾ പഠിച്ച് എന്തായിരിക്കണം, ടോപ്പേഴ്സ് ആയി വരണം അല്ലെ. നമ്മുടെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറഞ്ഞാൽ ഫുൾ A+ ആണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, വേദാന്തും മലയാളത്തിന്റെ ഹാൻഡ്സിൽ സേഫ് ആണ്. സോ മക്കളെ ധൈര്യമായിട്ട് ഇരിക്കുക, ക്രിസ്മസ് എക്സാം അടിച്ചു പൊളിക്കുക. സോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ് ആണ്. നന്നായി എക്സാം എഴുതാം മക്കളെ. സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് updates. Thank you so much. Bye bye.